CPIM-നെ ഇനി MA ബേബി നയിക്കും. മധുരയിൽ നടന്ന 24-ാം പാർട്ടി കോൺഗ്രസിലാണ് മലയാളിയായ MA ബേബിയെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. 1978-ൽ ജനറൽ സെക്രട്ടറിയായ EMS-ന് ശേഷം ആദ്യമായാണ് CPIM കേരള ഘടകത്തിൽ നിന്നും ഒരു നേതാവ് ജനറൽ സെക്രട്ടറിയാകുന്നത്. CPIM-നെ നയിക്കാൻ EMS-ന് ശേഷം കേരള ഘടകത്തിൽ നിന്ന് ഒരു സഖാവ്. 24-ാം പാർട്ടി കോൺഗ്രസിൽ MA ബേബിയെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. പാർട്ടി കോൺഗ്രസിന്റെ തുടക്കം മുതൽ തന്നെ MA ബേബി ജനറൽ സെക്രട്ടറിയാകുമെന്ന് സൂചനയുണ്ടായിരുന്നു. ഇന്ന് ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലെടുത്ത തീരുമാനം പാർട്ടി കോൺഗ്രസ് ഏകകണ്ഠമായി അംഗീകരിച്ചു. പാർട്ടി കോൺഗ്രസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് MA ബേബി ജനറൽ സെക്രട്ടറി എന്ന് പ്രഖ്യാപിച്ചത്. ഇന്ന് ചേർന്ന പുതിയ സെൻട്രൽ കമ്മിറ്റിയുടെ ആദ്യ യോഗത്തിൽ PB അംഗം മുഹമ്മദ് സലീം ബേബിയുടെ പേര് നിർദ്ദേശിച്ചു. അശോക് ധാവളെ പിന്തുണച്ചു. ജനറൽ സെക്രട്ടറി ആയത് വലിയ ഉത്തരവാദിത്തമാണ് എന്ന് MA ബേബിയുടെ ആദ്യ പ്രതികരണം. ഏകണ്ഠമായിരുന്നു. ബംഗാൾ എന്നൊക്കെ പറഞ്ഞു. സഖാവ് പിണറായി വിജയൻ പറഞ്ഞു. ബംഗാൾ സംസ്ഥാന സെക്രട്ടറിയും PB മെമ്പറുമായ സഖാവ് മുഹമ്മദ് സലീമാണ് എൻ്റെ പേര് നിർദ്ദേശിച്ചത്. ജനറൽ സെക്രട്ടറി അയക്കും എന്ന നിങ്ങൾക്ക് പലർക്കും പ്രതീക്ഷയുണ്ടായിരുന്ന അല്ലെങ്കിൽ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ട ഡോക്ടർ അശോക് ധവളയാണ് പാർട്ടി സെക്രട്ടറി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള എൻ്റെ പേര് പിന്താങ്ങിയത്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, സംഘടനയെ ശക്തിപ്പെടുത്തൽ, പാർട്ടിയും വർഗ ബഹുജന സംഘടനകളും നടത്തിവരുന്ന വിവിധ സമരങ്ങളുടെ മുന്നോട്ടുപോക്ക്, കേരളത്തിലെ ഭരണ തുടർച്ച തുടങ്ങി MA ബേബിക്ക് മുന്നിൽ വെല്ലുവിളികൾ അനവധി. 1978 ഏപ്രിൽ 8-നാണ് EMS നമ്പൂതിരിപ്പാട് CPIM ജനറൽ സെക്രട്ടറി ആയത്. അതിനുശേഷം ഇപ്പോഴാണ് ആദ്യമായി ഒരു മലയാളി കേരളത്തിൽ നിന്നും ഒരാൾ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആവുന്നത്. അതും MA ബേബിയിലൂടെ കേരളം കൃത്യമായി CPIM-ന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വീണ്ടും ഇടം പിടിക്കുകയാണ്. ക്യാമറമാൻ രാജേഷ് വളരികൊണ്ടിനൊപ്പം മധുരയിൽ നിന്നും ദീപക് ധർമ്മടം, 24.